Hello everyone and welcome back to our channel. So, we have free cybersecurity certificate introduce so currently IBM a cybersecurity premium course launch so that's proper certificate download account create proper step follow that's include video so you video completely content apply and the reason is premium course so property ഇവർ പറയുന്ന സ്റ്റെപ്പും റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു കോഴ്സിലോട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടതിന് ശേഷം മാത്രം എൻറോൾ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം. സോ നമുക്ക് ടൈം കളയാതെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ കറൻ്റ്ലി ഒരു ബഗ് ബൗണ്ടി കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബഗ് ബൗണ്ടി കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോഴ്സ് എൻറോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. സോ അതിനായിട്ട് നമ്മൾ IBMൻ്റെ ഈ ഒരു സൈറ്റിലാണ് skillsyourlearn.com.IBM എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിലാണ് പോകേണ്ടത്. സോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബട്ട് വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൻ്റെ റീസൺ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ പോവുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങളെ ഇതുപോലെ ഒരു ലോഗിൻ പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും ലോഗിൻ ചെയ്യാം. സോ ഞാൻ ഇവിടെ കറൻ്റ്ലി ലോഗിൻ വിത്ത് ഇമെയിൽ കൊടുക്കുന്നു. സോ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ടെമ്പററി മെയിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വാലിഡ് ഇമെയിൽ കൊടുക്കുക. കാര്യം നമ്മുടെ കോഴ്സിൻ്റെ അക്സസും കാര്യങ്ങളൊക്കെ ആ ഒരു ഇമെയിലോട്ടാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ തന്നെ ഇവിടെ കൊടുക്കുക. സോ ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് ചോദിക്കും. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ചുമ്മാ സ്ക്രാച്ച് എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ ഞാൻ സ്ക്രാച്ച് എന്ന് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഇവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു മെയിൽ കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ ടെമ്പററി മെയിൽ ഇവിടെ കൊടുക്കുന്നു. അതുപോലെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. സോ ഇത് ഇത്ര സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു വെരിഫിക്കേഷൻ ചോദിക്കും. സോ നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഇമെയിലിൽ വന്നിട്ടുണ്ടായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ നമ്മുടെ ഇമെയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പോൾ ലിങ്ക് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് വെരിഫിക്കേഷൻ ലിങ്ക് ഒരു കോഡ് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ട് ആ ഒരു കോഡ് പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് മുതൽ നിങ്ങൾ പ്രോപ്പറായി തന്നെ മനസ്സിലാക്കി ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അക്സസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നമ്മളെ ബേസിക് ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്. സോ നമ്മുടെ കൺട്രി ഏതാണ്, അതുപോലെ സ്റ്റേറ്റ് ഏതാണ്. സോ അതെല്ലാം പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. സോ അതിനുശേഷം അഡീഷണൽ ഇൻഫോർമേഷൻ കൊടുക്കുക. ഏജ് ലിമിറ്റ് നിങ്ങൾ ഏതാണോ ഏജ് അത് സെലക്ട് ചെയ്യുക. അതുപോലെ അറിയൂ കോളേജ് സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. സോ അത് പ്രോപ്പറായിട്ട് കൊടുക്കുക. സോ ഞാൻ ഇപ്പോൾ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാണ് കൊടുക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവിടെ അവരുടെ ഇമെയിലും ഇമെയിൽ സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നു. സോ ജസ്റ്റ് എസ് കൊടുക്കുക. അതുപോലെ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. സോ ഇതെല്ലാം എഗ്രി കൊടുക്കുക. സോ അതിനുശേഷം ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. സോ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഗോ ടു സെലക്ഷൻ പോകുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു കോഴ്സിലോട്ട് ആക്സസ് കിട്ടും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിഫേർഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് ചോദിക്കും. സോ ജസ്റ്റ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ കോഴ്സ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഫൗണ്ടേഷൻ കോഴ്സ് പ്രീ വർക്ക് എന്നാണ് ഈ ഒരു കോഴ്സിൻ്റെ പേര്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതല്ല മെയിനായിട്ടുള്ള ഒരു കോഴ്സ്. മെയിനായിട്ടുള്ള കോഴ്സ് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർ ഒരു 3 ഡേയ്സിലൊക്കെ പിടിക്കും നമുക്ക് ഈ ഒരു കോഴ്സിന് പ്രീമിയം കോഴ്സിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ അവർ സ്റ്റെപ്പ് തന്നിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് നമ്മൾ ആ ഒരു പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എൻറോൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ അവർ 3 പ്രോഗ്രാംസ് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ക്വിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവർ
ലൈക്ക് എന്താണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് നമുക്കൊരു ഇൻവിറ്റേഷൻ അവർ സെൻഡ് ചെയ്യും വിത്ത് ടെക്നിക്കൽ സെഷൻ ലൈക്ക് പ്രോഗ്രാം കോഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ നമുക്ക് സെൻഡ് ചെയ്യും. സോ അത് സെൻഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഒഫീഷ്യൽ കോഴ്സിലോട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ലൈക്ക് ഇത് മോസ്റ്റ്ലി ഒരു 3 days ഒക്കെ പിടിക്കുന്നുണ്ട് ലൈക്ക് നമുക്ക് ആ ഒരു കോഴ്സിലോട്ടുള്ള ആക്സസ് കിട്ടാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട്. ഓക്കെ, അതുപോലെ ഇവിടെ തോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. സോ ലൈക്ക് ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എൻറോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ അതിനായിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഇവിടെ എൻറോൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻറോൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ എൻറോൾ ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ അൺഎൻറോൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് വീണ്ടും ഔട്ടായി പോകുന്നതാണ്. സോ അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ ഇവിടെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ റേറ്റിംഗ് കൊടുക്കാം, അതുപോലെ റിവ്യൂ ആഡ് ചെയ്യാം, അതുപോലെ റീകാൽക്കുലേറ്റ് ലേണിംഗ് പ്ലാൻ, അതുപോലെ കുറച്ച് ഇതുണ്ട്. സോ ഇതൊന്നും മെയിൻലി നോക്കേണ്ട ആവശ്യമില്ല. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പ്രോഗ്രസ് 0 ആണ്. സോ നമ്മൾ പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു 3 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഈ ഒരു കോഴ്സ് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു കോഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാട്ട് ഈസ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഒരു കോഴ്സ് വരും. സോ ഫസ്റ്റ് കോഴ്സ് എന്താ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് അല്ല അടിക്കേണ്ടത്. സോ എല്ലാവരും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യും. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് വീഡിയോ കണ്ടിട്ട് ലൈക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സോ നമ്മൾ നെക്സ്റ്റ് അല്ല കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗോ ടു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടോ. സോ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് പോകും. ഓക്കെ, സോ ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സെഷനും ഇവിടെ 5 ക്ലാസ് വെച്ചൊക്കെ 5 or 6 ക്ലാസ്സസ് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈം ഫ്രെയിം കാണാം, 2 minutes 16 minutes ലൈക്ക് അതുപോലെ ടൈം ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണാം. സോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കായിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട്. സോ ഇത് പ്രോപ്പറായിട്ട് വായിച്ചു നോക്കുക. ഞാൻ ഇപ്പോൾ വായിച്ച് നോക്കുന്നില്ല, ജസ്റ്റ് ഐ ഹാവ് ചെക്ക്ഡ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെറ്റ്സ് കീപ് ഗോയിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് വീഴുന്നു. നെക്സ്റ്റ് ഇവിടെ സൈബർ സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുക. സോ സൈബർ സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതെല്ലാം പ്രോപ്പറായിട്ട് കാണുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു ക്വിസ് വരുന്നുണ്ട്. സോ ഇതെല്ലാം പ്രോപ്പറായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോയി ഇതെല്ലാം പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ലെറ്റ്സ് ഗോ കൊടുക്കുക. സോ ഇതുപോലെ നിങ്ങൾ ഓരോ കോഴ്സും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഐ ഹാവ് ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ക്ലിക്ക് ചെയ്യുക. ലെറ്റ്സ് കീപ് ഗോയിങ് കൊടുക്കുക. സോ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് യുവർ നോളജ് എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വിസും കാര്യങ്ങളൊക്കെയാണ്. സോ ജസ്റ്റ് ഐ ഹാവ് ചെക്ക്ഡ് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വിസ് വരും. സോ ഇത് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം നമ്മളിവിടെ ആൻസർ സെലക്ട് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആണെങ്കിൽ അത് വരും. നമ്മൾ തെറ്റായിട്ടാണ് സെലക്ട് ചെയ്യണത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇത് തെറ്റായിട്ട് സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ ലൈക്ക് കണ്ടോ ഇവിടെ തെറ്റാണ് എന്നുള്ള രീതിയിൽ വന്നു. സോ ജസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ച് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. സോ ഈ ഒരു രീതിയിൽ കോഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ക്വിസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ക്വിസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും ആ ഒരു ടിക്ക് മാർക്ക് വീഴും. ഓക്കെ, സോ ഇത് ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ലൈക്ക് ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഇത് കാണും. സോ അതിനുശേഷം മാത്രമാണ് ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇവിടെ വീണ്ടും ഒരു എബൌട്ട് ലേണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത പേജിലോട്ട് വരും. സോ ഇവിടെ വന്നിട്ട് നമ്മൾ ഗോ ടു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ആക്ടിവിറ്റി ആയിരിക്കും ലോഡ് ആവുന്നത്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ 3 കോഴ്സസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 83% കംപ്ലീറ്റ് ആയി. അതുപോലെ ഇവിടെ ഇ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സെഷൻ ഉണ്ട്. സോ ഇത് കംപ്ലീറ്റ്ലി കാണുക. അതുപോലെ IBM ആൻഡ് സൈബർ സെക്യൂരിറ്റി ഇത് 3ഉം കംപ്ലീറ്റ്ലി കാണുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രസ് മാറിയിട്ട് 100% ആവും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ എൻറോൾ ചെയ്യേണ്ടത്. സോ ഇവിടെ ഇപ്പോൾ അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇവിടെ ഈ ഒരു പ്രോഗ്രസ് അപ്ഡേറ്റ് ആകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. സോ നിങ്ങൾ
ലൈക്ക് എന്താണ് ആയില്ല എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട. ഒരു 15 മിനിറ്റൊക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ 100% കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ഓൾറെഡി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്, എനിക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. സോ അതിൻ്റെ ആ ഒരു അക്കൗണ്ടിലോട്ട് ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഇത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പ്രൊഫൈൽ സ്ക്രാച്ച് മലയാളം എന്ന് പറഞ്ഞ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ കോഴ്സ് കംപ്ലീറ്റ്ലി ലൈക്ക് 3 കോഴ്സും കംപ്ലീറ്റ് ചെയ്തു. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3ലും ടിക്ക് മാർക്ക് കിടക്കുന്നുണ്ട്. സോ കംപ്ലീറ്റഡ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആണ്. സോ ഇനി നിങ്ങൾ ഇത്രയും കംപ്ലീറ്റ് ആയി, നിങ്ങൾ 100% ആയി, എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രീ വർക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. സോ ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ലൈക്ക് IBM സ്കില്ല് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളെ പേര്, അതുപോലെ എന്ത് കംപ്ലീഷനാണ്. സോ സൈബർ സെക്യൂരിറ്റി ഫൗണ്ടേഷൻ കോഴ്സ്, പ്രീ വർക്ക്, സ്കിൽ എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ട്. അതുപോലെ പ്രോപ്പറായിട്ട് IBMൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ വച്ചിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ്. സോ ഇതാണ് നമുക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ട്, ലൈക്ക് നമ്മൾ പ്രീ വർക്കായിട്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സോ ഇതല്ല വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. സോ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രൊഫൈലും കാര്യങ്ങളും ഇമെയിലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു IBMൻ്റെ ടീം വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളെ മെയിലിലോട്ട് ഒരു ഇൻവിറ്റേഷൻ വരും. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹയർ റിസീവ് പ്രീമിയം കോഴ്സ് എന്ന് പറഞ്ഞ് കണ്ടോ ഒരാൾ റിവ്യൂ ഇട്ടിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ നമുക്കൊരു 3 ദിവസമൊക്കെ പിടിക്കും. ഒരു മേ ബി 3 to 1 വീക്കാണ് അവർ പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. സോ കറൻ്റ്ലി അവർ എത്ര പേരാണ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് എന്നറിയില്ല. സോ എന്തായാലും നിങ്ങൾക്ക് ലൈക്ക് എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മെയിലിലോട്ട്, നിങ്ങൾ ഈ ഒരു രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിലിലോട്ട് അവർ ആ ഒരു ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അവരെ പ്രീമിയം കോഴ്സിലോട്ട്, അവരെ കോഴ്സിലെ ഒരു പ്രീമിയം കോഴ്സിലോട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. സോ ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള സാധനമാണ്. സോ ഇത് ലൈക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ IBMൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. സോ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം അവർക്കും ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ ലിങ്ക്ഡിനിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ ലൈക്ക് എന്താണ് വേലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളെ പ്രൊഫൈലിന്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചോദിക്കുക. അതുപോലെ ബഗ് ബൗണ്ടി കോഴ്സ് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പറിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.